ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതും കഞ്ഞിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കൂട്ടാൻ നല്ല രുചിയുള്ള ഒരു നാടൻ രുചിയുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ആണെങ്കിലും നമ്മളൊന്ന് ചുട്ടെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ആ ഒരു നല്ല രുചി കിട്ടുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം. ഒന്ന് ചുട്ടെടുത്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ പാനിൽ ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട്, അതായത് എണ്ണയൊന്നും ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് നല്ല ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇരുമ്പിൻ്റെ പാത്രത്തിനകത്ത് എങ്ങാണ്ട് ഇട്ടിട്ട് ചൂടാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വറ്റൽമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില എല്ലാം നമ്മളൊന്ന് ചുട്ടെടുത്തിട്ടുള്ളത് തന്നെയാണ്. തീയിലിട്ട് നന്നായിട്ട് ചുട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു കുടം വെളുത്തുള്ളിയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 3 നിങ്ങൾക്ക് ചുട്ടെടുത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഇരുമ്പിൻ്റെ പാത്രത്തിനകത്തോ പാനിനകത്തോ ഇട്ടിട്ട് ചൂടാക്കി എടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരിത്തിരി പുളി എടുത്തിട്ടുണ്ട്, നമ്മുടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കല്ലുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ആദ്യം കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക, നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം അധികം ചേർത്ത് കൊടുത്താൽ മതി. ഇടിക്കുന്ന കല്ലിലിട്ടിട്ടാണ് ഞാനിന്നൊന്ന് ചതച്ചെടുക്കുന്നത്. അമ്മിക്കല്ല് കയ്യിലുള്ളവർ അതിനകത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള വറ്റൽ മുളകും ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അമ്മിക്കല്ല് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സാധാരണ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന രീതിയിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും. കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. നമുക്കിതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ കഞ്ഞിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതും വളരെ രുചിയുള്ളതുമായിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ടേക്ക് വെളുത്തുള്ളിയും വറ്റൽമുളകും ചതച്ചതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ കല്ലുപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുത്തി ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി തയ്യാറായി. പിന്നെ ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മറന്നു പോകരുത്. വെളിച്ചെണ്ണ ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്വാദ് കൊടുക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് നനച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.